വോട്ട് കൊള്ള ആരോപണത്തിനിടെ ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. ഒരാൾക്ക് ഒരു വോട്ട് എന്ന ആശയവും ജനാധിപത്യ സംരക്ഷണം എന്ന മുദ്രാവാക്യവും ഉയർത്തിയാണ് 2 ആഴ്ച നീളുന്ന യാത്ര. കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഈ യാത്ര എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് മറുപടി നൽകും. 11:30 ഇവിടെ ഈ വേദിയിൽ വെച്ചാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്ര ആരംഭിക്കുക. വലിയ ഇടപെടൽ ഈ പരിപാടിയുടെ വിജയത്തിനായി കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 10,000-ലധികം ആളുകൾക്ക് ഇരുന്ന് ഈ പരിപാടി കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യമുണ്ട്. എന്തായാലും ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ട് മോഷണത്തെക്കുറിച്ച്, ഒപ്പം തന്നെ ഈ വോട്ടർ പട്ടികയിലെ സർക്കാരിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും തെറ്റായ ഇടപെടലുകളെ സംബന്ധിച്ചൊക്കെ ജനങ്ങളോട് കൂടുതൽ സംസാരിക്കുക എന്നതാണ് ഈ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് രാവിലെ 11:30 ആരംഭിച്ചത് കഴിഞ്ഞ് വിവിധ സ്ഥലങ്ങളിലൂടെ നടന്ന് രാത്രി 7 മണിക്ക് ഔറംഗാബാദിൽ ഒരു പൊതുപരിപാടി കൂടി ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതേ മാതൃകയിലാണ് നാളെയും മറ്റന്നാളും ഒക്കെ ഈ ജാഥയെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ജാഥയിൽ പങ്കെടുക്കുന്ന 2 മലയാളികൾ, ബിനു ചുള്ളിയിൽ, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ശ്രീരാജ് ഉൾപ്പെടെ നമുക്കൊപ്പം ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരണകൂടവും തന്നെ വളരെ ബോധപൂർവം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണെന്ന് വളരെ തെളിവുകൾ നിരത്തി അദ്ദേഹം പ്രസ് മീറ്റ് നടത്തി പറഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. അത് ഈ രാജ്യത്തെയും ലോകത്തെയും ഞെട്ടലുളവാക്കി. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്ക് ലോകത്തിന് മുന്നിൽ ഇന്ന് നാണം കെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ യാത്ര ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് ഞങ്ങളുടെ എല്ലാ പിന്തുണയും രാഹുൽ ഗാന്ധിക്കൊപ്പം. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി സാധാരണ ജനങ്ങൾക്കൊപ്പമാണ്. ആ സാധാരണ ജനങ്ങൾക്കൊപ്പം നടന്നു നീങ്ങുമ്പോൾ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെ അവസാനം വരെ ഉണ്ടാകും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വലിയ മാറ്റം ഈ യാത്ര കഴിയുമ്പോഴത്തേക്ക് ബീഹാറിൽ ഉണ്ടാവും എന്നതാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടെ ഈ ജാഥയെ കാണുകയാണ്. എന്തായാലും വൈകിട്ട് 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനമുണ്ട്. ആ വാർത്താ സമ്മേളനത്തിനുള്ള മറുപടിയും രാഹുൽ ഗാന്ധിയുടെ ബീഹാറിൽ നിന്ന് പറയും. വൈശാഖ് ജയപാലിനൊപ്പം സാസ്ത്രയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.